നാളെ ഫയർമാൻ ഫയർവുമൺ പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയ കുറച്ച് കറണ്ട് അഫയർ ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാം. അപ്പൊ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ അവസാനം വരെ ഈ ഒരു ക്ലാസ് കാണാൻ ശ്രമിക്കണം. ആദ്യത്തെ പോയിന്റ്, 2026 G7 ഉച്ചകോടിക്ക് വേദിയായ ഈവിയൻ ലെസ് ബെയിൻസ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഫ്രാൻസ് ആണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. 2026 G7 ഉച്ചകോടിക്ക് വേദിയായ നഗരം ഈവിയൻ ലെസ് ബെയിൻസ് ഏത് രാജ്യത്താണ്? ഫ്രാൻസ് ആണ്. അപ്പൊ ഇങ്ങനെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം. 2026 G7 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഫ്രാൻസ് ആണ് കേട്ടോ. പഠിച്ചു വെക്കണം, ഫ്രാൻസ് ആണ്. അടുത്ത പോയിന്റ്, സ്വീഡിഷ് താരം അർമാൻഡ് ഡുപ്ലാന്റിസ് 15ാം തവണയും ലോക റെക്കോർഡ് തിരുത്തിയത് ഏത് കായിക ഇനത്തിലാണ്? പോൾ വോൾട്ട് കായിക ഇനമാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. സ്വീഡിഷ് താരം അർമാൻഡ് ഡുപ്ലാന്റിസ് 15ാം തവണയും ലോക റെക്കോർഡ് തിരുത്തിയത് ഏത് കായിക ഇനത്തിലാണ്? പോൾ വോൾട്ട് കായിക ഇനത്തിലാണ്. നാസയുടെ ആർട്ടിമസ് 2 ദൗത്യം ഏത് ബഹിരാകാശ ഗോളത്തെയാണ് വലം വെച്ചത്? ചന്ദ്രനെയാണ് വലം വെച്ചത് കേട്ടോ. അപ്പൊ നാസയുടെ ആർട്ടിമസ് 2 ദൗത്യം ഏത് ബഹിരാകാശ ഗോളത്തെയാണ് വലം വെച്ചത്? ചന്ദ്രനെ. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് 2026 പിന്മാറിയ തെക്കേ അമേരിക്കൻ രാജ്യം ഏതാണ്? അർജന്റീനയാണ് കേട്ടോ. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് 2026 പിന്മാറിയ തെക്കേ അമേരിക്കൻ രാജ്യം അർജന്റീന. ഏത് സംസ്ഥാനത്തെ മണ്ണിടിച്ചിലിൽ കുടുങ്ങിപ്പോയ വിനോദസഞ്ചാരികളെ രക്ഷിക്കാനായി ഇന്ത്യൻ സായുധ സേന നടത്തിയ രക്ഷാപ്രവർത്തനമായിരുന്നു ഓപ്പറേഷൻ ഹിമസേതു? സിക്കിമിലെയാണ്. ഒരു മാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. പഠിച്ചു വെക്കണം. എന്താണ്? ഏത് സംസ്ഥാനത്തെ മണ്ണിടിച്ചിലിൽ കുടുങ്ങിപ്പോയ വിനോദസഞ്ചാരികളെ രക്ഷിക്കാനായി ഇന്ത്യൻ സായുധ സേന നടത്തിയ രക്ഷാപ്രവർത്തനമായിരുന്നു ഓപ്പറേഷൻ ഹിമസേതു? സിക്കിമിലെയാണ് കേട്ടോ. അപ്പൊ ഓപ്പറേഷൻ ഹിമസേതു എന്താണ്? സിക്കിമിൽ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് കേട്ടോ. മറക്കരുതേ. ഓപ്പറേഷൻ ഹിമസേതു സിക്കിമുമായിട്ട് കണക്ട് ചെയ്തോണം. അടുത്ത ചോദ്യം, അടുത്തിടെ രാജ്യസഭയുടെ ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഹരിവംശ് നാരായൺ സിംഗ് ആണ് കേട്ടോ. രാജ്യസഭയുടെ ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഹരിവംശ് നാരായൺ സിംഗ് ആണ്. 98ാമത് ഓസ്കാർ പുരസ്കാരങ്ങളിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? മൈക്കിൾ ബി ജോർദൻ ആണ് കേട്ടോ. അപ്പൊ 2026 98ാമത് ഓസ്കാർ പുരസ്കാരങ്ങളിൽ മികച്ച നടനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? മൈക്കിൾ ബി ജോർദൻ ആണ്. ഇദ്ദേഹം അഭിനയിച്ച ചിത്രമാണ് സിന്നേഴ്സ് എന്ന് പറഞ്ഞ ചിത്രം കേട്ടോ. സിന്നേഴ്സ് എന്ന് പറഞ്ഞ ചിത്രം. ആ സിന്നേഴ്സ് എന്ന് പറഞ്ഞ ചിത്രമാണ് ഏറ്റവും കൂടുതൽ നോമിനേഷൻസ് പോയ ചിത്രം കേട്ടോ. ഏകദേശം 16 നോമിനേഷൻസോളം ആ ഒരു ചിത്രത്തിന് പോയിട്ടുണ്ട് കേട്ടോ. ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ നോമിനേഷൻസ് പോയ ചിത്രമാണ് സിന്നേഴ്സ്. അതിലെ അഭിനയത്തിനാണ് മികച്ച നടനുള്ള പുരസ്കാരം മൈക്കിൾ ബി ജോർദന് ലഭിച്ചത്. ഇനി മികച്ച നടി, 98ാമത് ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച നടി ആരാണ്? ജെസ്സി ബക്ലി ആണ് കേട്ടോ. മികച്ച നടി ജെസ്സി ബക്ലി. ചിത്രം ഏതാണ്? ഹാംനെറ്റ് എന്ന് പറഞ്ഞ ചിത്രത്തിലെ അഭിനയത്തിനാണ്. 98ാമത് ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് കേട്ടോ. മികച്ച ചിത്രം ഏതാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. നമുക്കറിയാം ഈ ഒരു 2026 എന്ന് പറഞ്ഞ വർഷം എന്താണ്? നമ്മൾ തുടരെ യുദ്ധങ്ങൾ നടന്നൊരു വർഷമാണ് 2026. അപ്പൊ കണക്ട് ചെയ്തോണം. 98ാമത് ഓസ്കാർ പുരസ്കാരം 2026 മികച്ച ചിത്രം ഏതാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ്. ഇനി മികച്ച സംവിധായകൻ ആരാണ്? പോൾ തോമസ് ആൻഡേഴ്സൺ ആണ് കേട്ടോ. പോൾ തോമസ് ആൻഡേഴ്സൺ. അതായത് ഈ ചിത്രത്തിന്റെ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിലെ സംവിധായകൻ കൂടിയാണ് പോൾ തോമസ് ആൻഡേഴ്സൺ. അപ്പൊ മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ. മറക്കരുത്. മികച്ച നടൻ മൈക്കിൾ ബി ജോർദൻ, മികച്ച നടി ജെസ്സി ബക്ലി, മികച്ച ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ, മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ. പരീക്ഷയ്ക്ക് നാളെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത പോയിന്റ്, അന്താരാഷ്ട്ര കൂട്ടായ്മയായ ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2026 തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യമാണ്? നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. അപ്പൊ അന്താരാഷ്ട്ര കൂട്ടായ്മയായ ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2026 തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യമാണ്? ഇന്ത്യ. അതായത് 18ാമത് ബ്രിക്സ് ഉച്ചകോടി 2026 വേദി നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. 18ാമത് ബ്രിക്സ് ഉച്ചകോടി 2026 വേദി നമ്മുടെ ഇന്ത്യയാണ്. ചോദിക്കാൻ പരീക്ഷയ്ക്ക്. അടുത്തത്, 2026 ഫിഫ ലോകകപ്പിൽ ആകെ എത്ര ടീമുകളാണ് പങ്കെടുക്കുന്നത്? 48 ടീമുകളാണ് ഫിഫ ലോകകപ്പിൽ പങ്കെടുക്കുന്നത് കേട്ടോ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഫിഫ ലോകകപ്പിൽ 48 ടീമുകളാണ് പങ്കെടുത്തത് കേട്ടോ. അതുപോലെ തന്നെ 2026 ഫിഫ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നങ്ങൾ 3 ഭാഗ്യചിഹ്നങ്ങളാണ് വരുന്നത്. ഏതൊക്കെയാണ്? മേപ്പിൾ, സായു, ക്ലച്ച് കേട്ടോ. മേപ്പിൾ കാനഡയെ പ്രതിനിധീകരിക്കുന്നത്. അതുപോലെ തന്നെ
സായു മെക്സിക്കോയെ പ്രതിനിധീകരിക്കുന്നത്, പിന്നെ ക്ലച്ച് എന്താണ് അമേരിക്കയെ പ്രതിനിധീകരിക്കുന്നത്. അതാണ് ഭാഗ്യ ചിഹ്നങ്ങളായിട്ട് വരുന്നത്. മേപ്പിൾ, സായു, ക്ലച്ച് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനമായ ഡായ് ഡായ് ആലപിച്ചിരിക്കുന്നത് ആരൊക്കെയാണ്? ഷക്കീരയും ബർണ ബോയിയുമാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനമായ ഡായ് ഡായ് ആലപിച്ചിരിക്കുന്ന ആരൊക്കെയാണ്? ഷക്കീരയും ബർണ ബോയിയുമാണ് കേട്ടോ. അടുത്ത പോയിന്റ്, ഭാരതത്തിൽ ആദ്യമായി നിർമ്മിത ബുദ്ധിക്ക് മാത്രമായി ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. അതായത് AI വകുപ്പാണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടൊരു വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കേരളത്തിലെ AI വകുപ്പ് മന്ത്രി ആരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ് AI വകുപ്പ് മന്ത്രി കേട്ടോ. മറന്നു പോകരുതേ. അപ്പൊ പഠിച്ചു നോക്കണം. ഭാരതത്തിൽ ആദ്യമായി നിർമ്മിത ബുദ്ധിക്ക് അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മാത്രമായി ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ്. ആ വകുപ്പ് മന്ത്രി ആരാണ്? PK കുഞ്ഞാലിക്കുട്ടി. അടുത്ത പോയിന്റ്, 2026 മെയ്യിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതമായ യാത്ര ഒരുക്കുന്നതിനായി അമേരിക്ക ആരംഭിച്ച നാവിക ദൗത്യത്തിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ പ്രൊജക്ട് ഫ്രീഡം കേട്ടോ. പ്രോജക്ട് ഫ്രീഡം പഠിച്ചു നോക്കണേ. 2026 മെയ്യിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതമായ യാത്ര ഒരുക്കുന്നതിനായി അമേരിക്ക ആരംഭിച്ച നാവിക ദൗത്യത്തിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ പ്രോജക്ട് ഫ്രീഡം ആണ് കേട്ടോ. ഓപ്പറേഷൻ പ്രോജക്ട് ഫ്രീഡം. അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്ത പോയിന്റ് ഒരു മിനിറ്റ്. ഓക്കെ, 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് മിയാമി, അമേരിക്കയാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് മിയാമി, അമേരിക്ക. 2026 നാറ്റോ ഉച്ചകോടിക്ക് വേദിയാകുന്നത് അങ്കാറ, തുർക്കിയാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. 2026 നാറ്റോ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം അങ്കാറ, തുർക്കിയാണ്. 2026 ലോക പരിസ്ഥിതി ദിന ആഘോഷങ്ങളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം അസർബൈജാനാണ് കേട്ടോ. പഠിച്ചു നോക്കണം. 2026 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? അസർബൈജാനാണ്. 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. അത് നമ്മൾ പഠിച്ചതാണ്. 2026 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ ഉച്ചകോടി അഥവാ COP31 വേദിയാകുന്നത് അന്റാലിയ, തുർക്കിയാണ് കേട്ടോ. പഠിച്ചു വെക്കണം. 2026 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ ഉച്ചകോടി അഥവാ COP31 വേദിയാകുന്ന രാജ്യം ഏതാണ്? നഗരം ഏതാണ്? അന്റാലിയ, തുർക്കിയാണ് കേട്ടോ. അന്റാലിയ, തുർക്കി. 2026 റിപ്പബ്ലിക് ദിന പരേഡിന്റെ പ്രധാന പ്രമേയം എന്താണ്? വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ. ഇപ്പൊ 2026 റിപ്പബ്ലിക് പരേഡിന്റെ പ്രധാന പ്രമേയം എന്താണ്? വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ. ഏറ്റവും വലിയ അർദ്ധ സൈനിക സേനയായ CRPFന്റെ പുരുഷ വിഭാഗത്തെ നയിക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ രാജ്യത്തെ തന്നെ ആദ്യ വനിതാ ഓഫീസർ ആരാണ്? സിമ്രാൻ ബാലയാണ് കേട്ടോ. സിമ്രാൻ ബാലയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡില് CRPFന്റെ പുരുഷ വിഭാഗത്തെ നയിച്ച രാജ്യത്തെ തന്നെ ആദ്യത്തെ വനിതാ ഓഫീസറാണ് സിമ്രാൻ ബാല. ഇനി 2026 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യ അതിഥികൾ ആരൊക്കെയാണ്? അന്റോണിയോ കോസ്റ്റയും ഉർസുല വോൺ ഡെർ ലൈനും. ഇപ്പൊ 2026 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യ അതിഥികൾ ആരൊക്കെയാണ്? അന്റോണിയോ കോസ്റ്റയും ഉർസുല വോൺ ഡെർ ലൈനും. അന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റും ഉർസുല വോൺ ഡെർ ലൈന് യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റുമാണ് കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണം. അന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റും ഉർസുല വോൺ ഡെർ ലൈന് യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റുമാണ്. അടുത്ത പോയിന്റ്, 2025 മാർച്ച് 28 മ്യാൻമാറിൽ ഉണ്ടായ വിനാശകരമായ ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബ്രഹ്മ കേട്ടോ. അപ്പൊ 2025 മാർച്ച് 28 മ്യാൻമാറിൽ ഉണ്ടായ വിനാശകരമായ ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഇറാനിലെയും ഇസ്രായേലിലെയും സംഘർഷ മേഖലകളിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധു കേട്ടോ. പഠിച്ചു നോക്കണേ. ഇറാനിലെയും ഇസ്രായേലിലെയും സംഘർഷ മേഖലകളിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധു. അടുത്ത പോയിന്റ്, 2027 നടക്കുന്ന സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സുദർശൻ പട്നായിക് ആണ് കേട്ടോ. പ്രശസ്ത സാൻഡ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സുദർശൻ പട്നായിക് ആണ് 2027 സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡർ. അതുപോലെ തന്നെ നിലവിലെ സെൻസസ് കമ്മീഷണർ ആരാണ്? മൃത്യുഞ്ജയ് നാരായണൻ ആണ് നിലവിലെ സെൻസസ് കമ്മീഷണർ. അതുപോലെ തന്നെ 2027 സെൻസസിന്റെ ഭാഗ്യ ചിഹ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രഗതിയും വികാസവുമാണ് കേട്ടോ. 2027 സെൻസസിന്റെ ഭാഗ്യ ചിഹ്നങ്ങൾ പ്രഗതി, വികാസ്.
ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സ് പുരസ്കാരം കരസ്ഥമാക്കിയ ആദ്യ ഇന്ത്യൻ ചിത്രം ഏതാണ്? ബൂങ് എന്ന് പറഞ്ഞ ചിത്രമാണ് കേട്ടോ, ബൂങ് കേട്ടോ. അപ്പൊ ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സ് അഥവാ ബാഫ്ത പുരസ്കാരം എന്ന് പറയും കേട്ടോ. ബാഫ്ത പുരസ്കാരം കരസ്ഥമാക്കിയ ആദ്യ ഇന്ത്യൻ ചിത്രം ബൂങ് ആണ് കേട്ടോ. ബൂങ് എന്ന് പറഞ്ഞ മണിപ്പൂരി ചിത്രമാണ്. ഈ ബൂങ് എന്ന് പറഞ്ഞ മണിപ്പൂരി ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ലക്ഷ്മിപ്രിയ ദേവിയാണ് കേട്ടോ, ലക്ഷ്മിപ്രിയ ദേവിയാണ്. അപ്പൊ പഠിച്ചു നോക്കണം, ബാഫ്ത പുരസ്കാരത്തിലെ ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ഫിലിം വിഭാഗത്തിലാണ് ബൂങ് എന്ന് പറഞ്ഞ മണിപ്പൂരി ചിത്രത്തിന് അവാർഡ് ലഭിച്ചത്. സംവിധായിക ലക്ഷ്മിപ്രിയ ദേവിയാണ്. അടുത്ത പോയിന്റ്, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യൻ ദൗത്യമായ ഗഗൻയാൻ നിരീക്ഷിക്കുന്നതിനായി ISRO താൽക്കാലിക നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? കൊക്കോസ് ദ്വീപുകൾ, ഓസ്ട്രേലിയയിലാണ് കേട്ടോ, ഓസ്ട്രേലിയ. അപ്പൊ പഠിച്ചു നോക്കണം, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യൻ ദൗത്യമായ ഗഗൻയാൻ നിരീക്ഷിക്കുന്നതിനായി ISRO താൽക്കാലിക നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? കൊക്കോസ് ദ്വീപുകൾ, ഓസ്ട്രേലിയ. അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ടെലഗ്രാമിലും വാട്സാപ്പിലും ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ദിവസവും വൈകുന്നേരം ഈവനിങ് രാത്രിയിൽ 7:30 മുതൽ 8:00 വരെയാണ് ക്ലാസ്സുകൾ വരുന്നത്. 1 hour ലൈവ് സെക്ഷൻ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് സെക്ഷൻ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതാണ് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ, പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് റീസെന്റ് ആയിട്ട് എടുത്ത ക്ലാസ്സുകളെല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സിന്റെ PDF നോട്ട്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. റിവിഷൻ ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതായത് 2025 ജനുവരി മുതൽ 2026 ജൂൺ മാസം വരെയുള്ള എല്ലാ മന്ത്ലി കറണ്ട് അഫയേഴ്സും നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അതിന്റെ നോട്ടുകളും ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സും പഠിപ്പിച്ചാണ് പോകുന്നത്. അപ്പം ഏകദേശം നമ്മുടെ ഈ ഒരു ബാച്ചിൽ 100-ലധികം കൂട്ടുകാരെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബാച്ചിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ VFA വരെയായിരിക്കും, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ വരെയായിരിക്കും ഇതിന്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത്. അപ്പൊ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. കാരണം ഇനി വരുന്ന അടുത്ത വർഷം നടക്കുന്ന LDC പരീക്ഷകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മൾ ഈ ഒരു ബാച്ചിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2025 മുതൽ 2026 ജൂൺ വരെയുള്ള എല്ലാ മന്ത്ലി കറണ്ട് അഫയേഴ്സിന്റെ PDF നോട്ട്സും എല്ലാം അവൈലബിൾ ആയിട്ട് ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ ഇതിന്റെ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ കേട്ടോ, വെറും 200 രൂപ മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ അഡ്മിഷൻ താല്പര്യമുള്ള കൂട്ടുകാർ 81-299-339 81-299-339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ, വാട്സ്ആപ്പ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞുതരാം കേട്ടോ. വെറും 200 രൂപയുള്ളൂ. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും കറണ്ട് അഫയേഴ്സ് ഞാൻ പക്കയാക്കി തരുന്നതാണ്. PDF നോട്ട് അടക്കം നമ്മൾ ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസ് അടക്കമാണ് പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ലൈവിൽ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെതായ ഒരു രീതി ഉണ്ടല്ലോ. അപ്പൊ അതിലൂടെ നമുക്ക് ഡെയിലി ക്ലാസ്സുകളിലൂടെ കറണ്ട് അഫയേഴ്സ് മനപ്പാടമാക്കി പോകാൻ ഇനി വരുന്ന പരീക്ഷകൾക്ക് 10-20 മാർക്കുകളുമാണ് കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് ചോദിക്കുന്നത്. അതെല്ലാം നമുക്ക് പക്കയാക്കി തന്നെ പോവാം. ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ക്ലിയർ ആണേ? അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്ത പോയിന്റ്, 12,000 വർഷത്തിനു ശേഷം കിഴക്കേ ആഫ്രിക്കയിലെ രാജ്യമായ എത്തിയോപ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ്? ഹെയ്ലി ഹബ്ബി എന്ന് പറഞ്ഞ പർവ്വതമാണ് കേട്ടോ. പഠിച്ചു വെക്കണം, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ PSC ചോദിക്കാറുള്ള ചോദ്യമാണ്. 12,000 വർഷത്തിനു ശേഷം കിഴക്കേ ആഫ്രിക്കയിലെ രാജ്യമായ എത്തിയോപ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ്? ഹെയ്ലി ഹബ്ബിയാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. അതായത് നിലവിലെ ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേട്ടോ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായതാരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. നിലവിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ. നിലവിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. 26ാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയുടെ 13ാമത് മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് രാജ്കുമാർ ഗോയൽ കേട്ടോ. പഠിച്ചു വെക്കണേ, ഇന്ത്യയുടെ 13ാമത് മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് രാജ്കുമാർ ഗോയൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. അപ്പൊ നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ, ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്. നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ ആരാണ്? അശോക് കുമാർ ലാഹിരിയാണ്. നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. നീതി ആയോഗിന്റെ താൽക്കാലിക CEO ആയി നിയമിതയായതാരാണ്? നീതി ചിബർ കേട്ടോ. നീതി ആയോഗിന്റെ താൽക്കാലിക CEO ആയി ചുമതലയേറ്റതാരാണ്? നീതി ചിബർ ആണ്.
16ാം കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗിരിയ കേട്ടോ. 16ാം കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗിരിയ. ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ വിജയ് കിഷോർ രഹത്കർ ആണ് കേട്ടോ. നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ് കിഷോർ രാഹത്കർ ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി ആരാണ്? PR രമേശ് ആണ് കേട്ടോ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി PR രമേശ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? സാധ്വി നിരഞ്ജൻ ജ്യോതിയാണ് കേട്ടോ. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ സാധ്വി നിരഞ്ജൻ ജ്യോതിയാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷയാണ് കേട്ടോ. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ജൈവ സംസ്ഥാനം ഏതാണ്? സിക്കിമാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ജൈവ സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. 2026 ബുക്കർ പ്രൈസ് ജേതാവ് ആരാണ്? യാങ് സുവാങ് സായ് ആണ് കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണേ, 2026 ബുക്കർ പ്രൈസ് ജേതാവ് ആരാണ്? യാങ് സുവാങ് സായ് ആണ്. ഇനി 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഷിമോൻ സഗാകുച്ചി, മേരി ഇ ഫ്രാങ്കോ, ഫ്രെഡ് റാംസ്ഡെൽ കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണം, 2025 വൈദ്യശാസ്ത്രത്തിലുള്ള മെഡിസിൻ വിഭാഗത്തില് നോബൽ സമ്മാനം ലഭിച്ചത് ഷിമോൻ സഗാകുച്ചി, മേരി ഇ ഫ്രാങ്കോവ്, ഫ്രെഡ് റാംസ്ഡെൽ. ഇനി 2025 ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ജോൺ ക്ലർക്ക്, മൈക്കിൾ എച്ച് ഡെവോറൈറ്റ്, ജോൺ M മാർട്ടിനസ്. 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ജോയൽ മോക്കിർ, ഫിലിപ്പ് ആഗിയോണ്, പീറ്റർ ഹൗവിറ്റ് കേട്ടോ. ഇതെല്ലാം നമ്മൾ പഠിച്ചാണ്, അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയാത്തത്. നോബൽ പ്രൈസിന്റെ ക്ലാസ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്, നിങ്ങൾ അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണം, പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. അടുത്ത പോയിന്റ് നോക്കാം. ഓക്കെ, 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരനാരാണ്? ഉസ്മാൻ ഡെബല്ലയാണ് കേട്ടോ. പഠിച്ചു വെക്കണേ, 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ഉസ്മാൻ ഡെബല്ലെ, ഫ്രാൻസിലെ താരമാണ് കേട്ടോ. അതുപോലെ തന്നെ മികച്ച കളിക്കാരി അഥവാ മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഐറ്റ്ന ബോൺമാറ്റിയാണ്. സ്പെയിൻ താരമായിട്ടുള്ള ഐറ്റ്ന ബോൺമാറ്റിയാണ് മികച്ച വനിതാ താരം. മികച്ച പുരുഷ താരം ഉസ്മാൻ ഡെബല്ലയുമാണ് കേട്ടോ, അത് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ ഫിഫയുടെ പ്രഥമ ഫിഫ സമാധാന പുരസ്കാരം നേടിയത് ഡൊണാൾഡ് ട്രംപ് ആണ് കേട്ടോ. പ്രഥമ ഫിഫ സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡൊണാൾഡ് ട്രംപിനാണ്, അമേരിക്കൻ പ്രസിഡന്റ്. അടുത്ത പോയിന്റ്, 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായിട്ടുള്ള അങ്കൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നിയോജക മണ്ഡലം ചിറ്റൂർ നിയോജക മണ്ഡലമാണ്, പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ കേട്ടോ. അപ്പൊ 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അങ്കൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നിയോജക മണ്ഡലം ചിറ്റൂരാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ക്ലാസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അടുത്ത പോയിന്റ്, കേരളത്തിലെ മരണാനന്തരമുള്ള അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച പുതിയ പദ്ധതി ഏതാണ്? കേസോട്ടോയാണ് കേട്ടോ. കേരളത്തിലെ മരണാനന്തരമുള്ള അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച പുതിയ പദ്ധതി ഏതാണ്? കേസോട്ടോ. 2026 അക്കിത്തം സാഹിത്യ പുരസ്കാരം നേടിയതാരാണ്? വി മധുസൂദനൻ നായരാണ് കേട്ടോ. 2026 അക്കിത്തം സാഹിത്യ പുരസ്കാരം നേടിയത് വി മധുസൂദനൻ നായരാണ്. മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ജേതാവാരാണ്? അരുന്ധതി റോയ് ആണ്. മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ആരാണ് നേടിയത്? അരുന്ധതി റോയ് ആണ്. അടുത്ത പോയിന്റ് നോക്കാം. 2026 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? VS അച്യുതാനന്ദൻ മരണാനന്തര പുരസ്കാരം, അതുപോലെ തന്നെ പൊതുപ്രവർത്തന മേഖലയിലാണ്. പിന്നെ KT തോമസ് പൊതുപ്രവർത്തനം, P നാരായണൻ സാഹിത്യം വിദ്യാഭ്യാസം. അപ്പോൾ 2026 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ VS അച്യുതാനന്ദൻ, KT തോമസ്, P നാരായണൻ. ഇനി 2026 പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? വെള്ളാപ്പള്ളി നടേശനും നമ്മുടെ മമ്മൂട്ടിയുമാണ് കേട്ടോ. ഇനി 2026 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളികൾ AE മുത്തുനായകം ശാസ്ത്ര വിഭാഗത്തിലും, കലാമണ്ഡലം വിമല മേനോൻ മോഹിനിയാട്ടം, കൊല്ലക്കയിൽ ദേവകിയമ്മ പരിസ്ഥിതി പ്രവർത്തനത്തിലുമാണ്. ഇവർക്ക് 3 പേർക്കും പത്മശ്രീ പുരസ്കാരം 2026 ലഭിച്ചത്. അടുത്ത പോയിന്റ്, 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് KG ശങ്കരപിള്ളയാണ് കേട്ടോ. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് KG ശങ്കരപിള്ള. 2025 വയലാർ പുരസ്കാര ജേതാവ് E സന്തോഷ് കുമാറാണ്. കൃതി
തപോമയുടെ അച്ഛൻ കേട്ടോ. 2025 വയലാർ പുരസ്കാര ജേതാവ് ഇ സന്തോഷ് കുമാർ, കൃതി തപോമയുടെ അച്ഛൻ. 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് EP രാജഗോപാലനാണ്. സാഹിത്യ വിമർശകനായിട്ടുള്ള EP രാജഗോപാലൻ. അദ്ദേഹത്തിന്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 2026 ഹരിവരാസന പുരസ്കാര ജേതാവ് നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ കേട്ടോ. 2026 ഹരിവരാസന പുരസ്കാര ജേതാവ് നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ. 2026 പത്മപ്രഭ പുരസ്കാര ജേതാവ് R രാജശ്രീയാണ്. നോവലിസ്റ്റ് ആയിട്ടുള്ള R രാജശ്രീയാണ് 2026 പത്മ പുരസ്കാര ജേതാവ്. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മേതിൽ രാധാകൃഷ്ണനാണ് കേട്ടോ. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മേതിൽ രാധാകൃഷ്ണൻ. അടുത്ത പോയിന്റ് നോക്കാം. മാതൃഭൂമി ഗ്രൂപ്പ് നൽകുന്ന ബുക്ക് ഓഫ് ദ ഇയർ 2026 പുരസ്കാരം പ്രശസ്ത എഴുത്തുകാരി അരുന്ധതി റോയ്ക്ക് ലഭിച്ചു കേട്ടോ. മാതൃഭൂമി ഗ്രൂപ്പ് നൽകുന്ന ബുക്ക് ഓഫ് ദ ഇയർ 2026 പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? പ്രശസ്ത എഴുത്തുകാരി അരുന്ധതി റോയ്ക്ക് ലഭിച്ചു. 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മ. 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മ. 2025 ONV യുവകവി പുരസ്കാരം ലഭിച്ചത് അമൃത ദിനേശിനാണ് കേട്ടോ. അമൃത ദിനേശ്. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച പ്രശസ്ത തമിഴ് കവിയും ഗാനരചയിതാവുമായ നോവലിസ്റ്റുമായ വ്യക്തി R വൈരമുത്തുവാണ്. അപ്പൊ പഠിച്ചു നോക്കണം. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് R വൈരമുത്തു. ഇന്ത്യയിൽ ആദ്യമായി നിയമപരമായ അനുമതിയോടെ പരോക്ഷ ദയാവധത്തിന് വിധേയനായ വ്യക്തി ആരാണ്? ഹരീഷ് റാണയാണ് കേട്ടോ. ഹരീഷ് റാണ. അടുത്ത പോയിന്റ്, കേരളത്തിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? പ്രിയദർശിനി പദ്ധതിയാണ് കേട്ടോ. പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. കേരളത്തിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് പ്രിയദർശിനി പദ്ധതി. കേരളത്തിൽ ആദ്യമായി മൃതദേഹം കീറിമുറിക്കാതെയുള്ള വെർച്വൽ ഓട്ടോപ്സി സംവിധാനം നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന മെഡിക്കൽ കോളേജ് ഏതാണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 വേദി ഛത്തീസ്ഗഡ് ആണ്. 2026 പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം മോർവീരാണ് കേട്ടോ. അതുപോലെ തന്നെ പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 ഓവറോൾ ചാമ്പ്യന്മാരായത് കർണാടകയാണ് കേട്ടോ. ഒരു മണിക്കൂറിൽ 2.5 ലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ നഗരം ഏതാണ്? വാരണാസിയാണ് കേട്ടോ. വാരണാസി. ഇനി നമ്മുടെ മന്ത്രിസഭ നാളെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ പരീക്ഷയ്ക്ക്. അപ്പൊ നിലവിലെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ്? രമേശ് ചെന്നിത്തലയാണ് നിലവിലെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. അതുപോലെ തന്നെ നിയമസഭാ മണ്ഡലം എവിടെയാണ്? ഹരിപ്പാടാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? ധനകാര്യ വകുപ്പ്, തുറമുഖ വകുപ്പ് ഒക്കെയാണ് VD സതീശൻ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട വകുപ്പുകൾ. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശന്റെ നിയമസഭാ മണ്ഡലം എവിടെയാണ്? പറവൂരാണ് കേട്ടോ. പറവൂരാണ്. അതുപോലെ തന്നെ നിലവിലെ വ്യവസായ IT AI വകുപ്പ് മന്ത്രി ആരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ്. നിലവിലെ വ്യവസായ IT AI വകുപ്പ് മന്ത്രി ആരാണ്? PK കുഞ്ഞാലിക്കുട്ടി. നിയമസഭാ മണ്ഡലം ഏതാണ്? മലപ്പുറം നിയമസഭാ മണ്ഡലമാണ്. അതുപോലെ തന്നെ ഈ ഒരു 2026 നിയമസഭാ ഇലക്ഷനിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച വ്യക്തി കൂടിയാണ് PK കുഞ്ഞാലിക്കുട്ടി. മലപ്പുറം നിയമസഭാ മണ്ഡലം കേട്ടോ. നിലവിലെ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി K മുരളീധരൻ. നിയമസഭാ മണ്ഡലം വട്ടിയൂർക്കാവാണ്. നിലവിലെ ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫാണ്. നിയമസഭാ മണ്ഡലം കടുത്തുരുത്തിയാണ്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? KA തുളസിയാണ്. നിയമസഭാ മണ്ഡലം കോങ്ങാടാണ് കേട്ടോ. ഭക്ഷ്യം പൊതുവിതരണ വകുപ്പ് മന്ത്രി ആരാണ്? അനൂപ് ജേക്കബ് ആണ്. നിയമസഭാ മണ്ഡലം പിറവമാണ് കേട്ടോ. അതുപോലെ തന്നെ നിലവിലെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? AP അനിൽകുമാറാണ്. നിയമസഭാ മണ്ഡലം വണ്ടൂരാണ്. നിലവിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ ആണ് കേട്ടോ. മണ്ണാർക്കാടാണ് നിയമസഭാ മണ്ഡലം കേട്ടോ. പിന്നെ നിലവിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M ജോൺ ആണ്. മണ്ഡലം ഏതാണ്? അങ്കമാലിയാണ്. അതുപോലെ തന്നെ നിലവിലെ ടൂറിസം സാംസ്കാരികം വകുപ്പ് മന്ത്രി PC വിശ്വനാഥ് ആണ്. നിയമസഭാ മണ്ഡലം കുണ്ടറയാണ്. നിലവിലെ വനിതാ ശിശുവികസനം തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയാണ്. നിയമസഭാ മണ്ഡലം കൊല്ലമാണ്. നിലവിലെ സഹകരണം എക്സൈസ് വകുപ്പ് മന്ത്രി M ലിജു. M ലിജുവിന്റെ നിയമസഭാ മണ്ഡലം വരുന്നത് കായംകുളമാണ്. നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ആണ്. നിയമസഭാ മണ്ഡലം തിരുവനന്തപുരമാണ്. നിലവിലെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? OJ ജനീഷ് ആണ്. നിയമസഭാ മണ്ഡലം ഏതാണ്? കൊടുങ്ങല്ലൂരാണ് കേട്ടോ. നിലവിലെ വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? സണ്ണി ജോസഫ് ആണ്. നിയമസഭാ മണ്ഡലം പേരാവൂരാണ്. നിലവിലെ വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ആണ്. മണ്ഡലം ഏതാണ്?
ചവറയാണ് കേട്ടോ. അതുപോലെ തന്നെ 16ാം നിയമസഭയുടെ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. നിയമസഭാ മണ്ഡലം കോട്ടയമാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. 16ാം നിയമസഭയുടെ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. 16ാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ആണ് കേട്ടോ. 16ാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ആണ്. ഷാനിമോൾ ഉസ്മാൻ ആണ്. നിയമസഭാ മണ്ഡലം എവിടെയാണ്? ഷാനിമോൾ ഉസ്മാന്റെ അരൂരാണ് കേട്ടോ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അറിഞ്ഞിരിക്കണം, 16ാം നിയമസഭയുടെ പ്രോടൈം സ്പീക്കർ ആരാന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം? ജി സുധാകരനാണ് കേട്ടോ. 16ാം നിയമസഭയുടെ പ്രോടൈം സ്പീക്കർ ജി സുധാകരനും 16ാം നിയമസഭയുടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും 16ാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനുമാണ്. അതോടൊപ്പം തന്നെ 16ാം നിയമസഭയുടെ ചീഫ് വിപ്പ് ആരാണ്? അപ്പു ജോൺ ജോസഫ് ആണ്. നിയമസഭാ മണ്ഡലം തൊടുപുഴയാണ് കേട്ടോ. അപ്പോൾ 16ാം നിയമസഭയുടെ ചീഫ് വിപ്പ് ആരാണ്? അപ്പു ജോൺ ജോസഫ് ആണ് കേട്ടോ. ക്ലിയർ ആണ്? അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്താനും എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു പ്ലേലിസ്റ്റ് കറണ്ട് അഫയേഴ്സ് 2026 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ സി പി ഒ പരീക്ഷയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഷുവർ ഷോട്ടിന്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മാക്സിമം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കണം. ആ ഒരു ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്കും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ നാളത്തെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നെ ഇരിക്കണം. അപ്പം നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അതുപോലെ തന്നെ ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു.